ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ജോൺ വിക്ക് സിനിമകളിലെ സ്പിൻ ഓഫായ ബാലറീനയാണ്. ജോൺ വിക്ക് സിനിമകൾ തുടർച്ചയായിട്ട് ഹിറ്റാകുകയും അതിനൊരു കൾട്ട് ഫാൻ ബേസ് ഉണ്ടായി തുടങ്ങിയപ്പോൾ ആ മാഫിയ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ സ്റ്റുഡിയോ തീരുമാനിച്ചിരുന്നു. അത് ആക്ച്വലി ഈ നാട്ടുകാരെ പറ്റിക്കാനെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കാരണം ഹോളിവുഡിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റായാൽ അതിന് സീക്വലും പ്രീക്വലും സ്പിൻ ഓഫും ഒക്കെ കൊണ്ടുവരുന്നത്. സോ ജോൺ വിക്ക് യൂണിവേഴ്സിനും അങ്ങനെ ഒരു സ്പിൻ ഓഫ് വന്നിരുന്നു, കോണ്ടിനെൻ്റൽ എന്ന പേരിലൊരു സീരീസ്. ആ സീരീസ് അത്ര ഹിറ്റായിരുന്നില്ല. സോ ബാലറീന വരുന്നതിന് മുമ്പും അത്തരത്തിലുള്ളൊരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. ഒരു ഫീമെയിൽ ജോൺ വിക്ക് സിനിമ ഉണ്ടാക്കാനാണോ അവർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കിയാനോ റീവ്സിനെ റീപ്ലേസ് ചെയ്യാനാണോ ഇവിടെ ശ്രമിക്കുന്നത്, അത്തരത്തിലുള്ള ക്രിറ്റിസിസം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ബാലറീനയിലേക്ക് വരുമ്പോൾ അതല്ല അവർ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ഇവിടെ നന്നായിട്ട് അവർ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബാലറീന ഒരു അടിപൊളി സിനിമയാണ്. ജോൺ വിക്ക് യൂണിവേഴ്സിൽ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പെർഫെക്റ്റ് ആക്ഷൻ ഫിലിം. അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ: 1, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടാഗണിസ്റ്റിനെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. 2, മികച്ച ആക്ഷൻ സെറ്റ് പീസസ്, അതായത് ആക്ഷൻ സീൻ ആഫ്റ്റർ ആക്ഷൻ സീൻ ആഫ്റ്റർ ആക്ഷൻ സീൻ. പിന്നെ വേൾഡ് ബിൽഡിംഗ്, ജോൺ വിക്ക് യൂണിവേഴ്സിനെ ഇവിടെ ഫർദർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സിനിമയിലേക്ക് വന്നാൽ ജോൺ വിക്ക് 3-ലെ ഒരു ചെറിയൊരു സെഗ്മെന്റ് ആണ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത്. ആ സീൻസ് ഇവിടെ വീണ്ടും വേറൊരു ആംഗിളിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ആന ഡെ ആർമാസിന്റെ കഥാപാത്രമായ ഈവ് മക്കാറോ ഈ മാഫിയ അണ്ടർവേൾഡിൽ വളർന്ന ട്രെയിനിങ് കിട്ടിയ ഒരാളാണ്. പക്ഷേ ചെറുപ്പത്തിൽ തനിക്കുണ്ടായ ഒരു ട്രാജഡിയും അതിന് കാരണക്കാരായ ആൾക്കാരെയും തേടി അവൾ ഇറങ്ങുന്നു. റിവെഞ്ചിനായിട്ട് ഇറങ്ങുന്ന ഈവ് പക്ഷേ കണ്ടെത്തുന്നത് തൻ്റെ പാസ്റ്റിനെ കുറിച്ചുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള ചില ട്വിസ്റ്റുകളാണ്. ജോൺ വിക്ക് സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്ലാഷ് ബാക്ക് ഒക്കെ ആദ്യമേ തന്നെ കാണിക്കുന്നുണ്ട്. അതൊരു നല്ല ചേഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ജോൺ വിക്ക് ആരാണെന്നോ അല്ലെങ്കിൽ ബാബയാഗ എന്ന പേര് എങ്ങനെ വീണെന്നോ ഇപ്പോഴും ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അതുതന്നെയാണ് ആ സിനിമകളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഫ്ലാഷ് ബാക്കിൽ ഈവിൻ്റെ അച്ഛൻ വേഷത്തിൽ വരുന്ന ആ ആക്ടറിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. ആക്ഷൻ സീനുകളിൽ ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. അതുപോലെ തന്നെ ആന ഡെ ആർമാസും ഇവിടെ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. ആക്ഷൻ സീനുകളിൽ ഒരു കമാൻഡ് നമുക്ക് ഫീൽ ചെയ്യും. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിൽ പുള്ളിക്കാരി സ്ലോ ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഗൺസ് ഹാൻഡിൽ ചെയ്യുന്ന സീക്വൻസിലൊക്കെ നല്ല വൃത്തിക്ക് ആക്ഷൻ സീൻസ് പുള്ളിക്കാരെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സിനിമ ഒരിടത്തും ലാഗ് വരുന്നില്ല. കാരണം ഓരോ 10 മിനിറ്റ് കഴിയുമ്പോൾ ഓരോ ആക്ഷൻ ബ്ലോക്കുകളുണ്ട്. അതും ഒരു സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ എൻവയൺമെൻറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും അടുത്തത്. ജോൺ വിക്ക് യൂണിവേഴ്സിനെ ചെറിയ രീതിയിൽ ഇവിടെ എക്സ്പാൻഡ് ചെയ്യാനൊരു ശ്രമം നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ മാഫിയ അണ്ടർവേൾഡിൽ റൂൾസ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. പക്ഷേ അതൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്നവരും ഉണ്ടാകാം എന്ന ഐഡിയ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ വേഴ്സസ് കെയോസ് എന്ന ഐഡിയ. ഇവിടെ വില്ലന്മാരുടെ കൾട്ട് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് നല്ലതാണെങ്കിലും മെയിൻ വില്ലനായിട്ട് വരുന്ന ആ ക്യാരക്ടർ അത്ര പഞ്ച് ഫീൽ ചെയ്തില്ല. സംസാരത്തിലോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ ഒന്നും ആ ഒരു ടെറർ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ വയലൻസ് ഇവിടെ നന്നായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ഗ്രനേഡ് വെച്ച് മാത്രമുള്ള ഒരു ആക്ഷൻ സീനുണ്ട്, അതിനകത്ത് വയലൻസ് ഭീകരമായിരുന്നു. ഓക്കെ, ഇനി ഓബ്വിയസ് ചോദ്യം, ജോൺ വിക്ക് അണ്ണൻ്റെ ക്യാമിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നത്. കാരണം അവർ ഈ സിനിമ മാർക്കറ്റ് ചെയ്ത് തന്നെ ആ ഒരു ക്യാമിയോ വെച്ചിട്ടായിരുന്നു. ഇവിടെ ഇത് വെറും ഒരു 2 മിനിറ്റ് ക്യാമിയോ അല്ല, പുള്ളിക്കാരനെ ഇവിടെ കൊണ്ടുവരുന്നതിൽ പേർപ്പസ് ഉണ്ട്. അത് നന്നായിട്ട് ഇവിടെ കാണിച്ചിട്ടുമുണ്ട്. ട്രെയിലറിൽ കാണിച്ചാണ് ജോൺ വിക്കും ഈവും തമ്മിൽ ഇവിടെ ഒരു ആക്ഷൻ സീൻ ഉണ്ടാകുമെന്ന്. പക്ഷേ ഈ ആക്ഷൻ സീൻ കണ്ടാൽ നമുക്കിവിടെ മനസ്സിലാവും എന്തുകൊണ്ട് ജോൺ വിക്ക് ആണെന്ന്. അപ്പുറത്തെ സൈഡിൽ ചേച്ചി എത്ര ആഞ്ഞ് ശ്രമിച്ചിട്ടും ഇപ്പുറത്തെ സൈഡിൽ പുള്ളിക്ക് യാതൊരു കുലുക്കവുമില്ല. പിന്നെ ചിലപ്പോൾ ചിലർക്ക് ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ആക്ഷൻ സീനുകൾ എക്സോസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. കാരണം റിപ്പീറ്റഡ് ആയിട്ട് സെയിം സീക്വൻസുകൾ തന്നെ അല്ലെങ്കിൽ സെയിം ആക്ഷൻ കൊറിയോഗ്രഫി തന്നെ വരുന്നതായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. സോ ഓവറാൾ പറഞ്ഞാൽ ആക്ഷൻ സിനിമ എന്ന രീതിയിൽ ബാലറീന ഒരു സക്സസ് തന്നെയാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ സീനുകൾ ഇതിനെ ഒരു എൻഗേജിങ് സിനിമയാക്കുന്നുമുണ്ട്. ജോൺ വിക്ക് സിനിമകളുടെ ഒരു സ്പിൻ ഓഫ് എന്ന രീതിയിൽ ഇതൊരു സക്സസ് തന്നെയാണ്. നിങ്ങൾക്ക് ജോൺ വിക്ക് സിനിമകൾ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനിത് റെക്കമെൻഡ് ചെയ്യും. ഒരു തവണയെങ്കിലും കണ്ടുനോക്കാം. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ബാലറീന. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.